കട ഈ കടത്തല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു നിങ്ങൾക്ക് പോകാൻ. സ്കൂട്ടർ വള്ളത്തിൽ കയറ്റിയില്ലേ അങ്ങനല്ലേ ജങ്കാടുണ്ടാകും. വെച്ചിട്ട് വരും. കൊല്ലത്തുള്ളവർ പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൊല്ലത്തെ ഈ ദ്വീപുകളിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദ്വീപിലേക്ക് പോകുന്ന കടവായ മുക്കാട് കടവും അതിൻ്റെ അടുത്തുള്ള ഈ പള്ളിയുമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കൊല്ലം പട്ടണത്തിൻ്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഫാത്തിമ ഐലൻഡിൻ്റെയും അനുബന്ധ ദ്വീപുകളിലെയുമുള്ള ആൾക്കാർ റോഡ് മാർഗം കരയുമായി ബന്ധപ്പെടാൻ കഴിയാതെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഈ കാലം ഇത്രയും കഴിഞ്ഞിരുന്നത്. ഇപ്പോഴാണ് ഈ ദ്വീപുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പാലങ്ങളുടെ പണികളുടെ ആദ്യഘട്ടമായ 2 പാലങ്ങൾ പണിഞ്ഞ് കരയുമായി ബന്ധപ്പെടുത്തിയത്. കൊല്ലം കാവനാടിൻ്റെ അടുത്തുള്ള മുക്കാട് കടവിൽ നിന്നാണ് ഫാത്തിമ ഐലൻഡിലേക്കുള്ള പാലം ഇപ്പോൾ പണിഞ്ഞ് പൂർത്തിയായിരിക്കുന്നത്. പുതിയ പാലത്തിൻ്റെ മുകളിൽ നിന്നാൽ മുക്കാട് കടവും അതുപോലെ ഫാത്തിമ ഐലൻഡിൻ്റെ കുറേ ഭാഗത്തിൻ്റെ വ്യൂകളും നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ടെങ്കിലും വാഹനങ്ങൾ കടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനിയും 1-2 ചെറിയ പാലങ്ങളുടെ പണിയും അതുപോലെ ദ്വീപിനുള്ളിലൂടെയുള്ള റോഡിൻ്റെ വൈഡനിങ്ങും ഒക്കെ ഇനി നടക്കാനുണ്ട്. നിലവിലെ പാലം പണി പൂർത്തിയായതോടെ ഇരുചക്ര വാഹനത്തിൽ മറ്റു ദ്വീപുകളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നേരത്തെ ഇവർക്ക് അങ്ങനെ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. ഈ കാലം അത്രയും കടത്തിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകാനും രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും എല്ലാം കടത്തല്ലാതെ വേറെ ഒരു വഴിയും ഇവർക്കുണ്ടായിരുന്നില്ല. ബൈക്ക് പോലും ദ്വീപിലേക്ക് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പാലം പണിയുടെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ പുതുജീവൻ കിട്ടിയ അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് പാലത്തിൻ്റെ പണികൾ നടത്തിയത്. ബൈക്കിലൂടെ മാത്രമേ ഇപ്പോൾ ദ്വീപിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഭാവിയിൽ റോഡിൻ്റെ പണികളൊക്കെ തീരുമ്പോൾ ഇവിടം വലിയ ടൂറിസ്റ്റ് ഹബ്ബായി മാറാനാണ് സാധ്യത. മനോഹരമായ ഇപ്പോൾ ഈ ദ്വീപിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ തന്നെ നമുക്ക് ഈ പണി പൂർത്തിയായ പാലത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ തന്നെ റിസോർട്ടുകൾ പലതും പണി തുടങ്ങിയിട്ടുണ്ട്. സമീപഭാവിയിൽ ഇവിടം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ദ്വീപ് നിവാസികൾക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകൾ അവരുടെ മുന്നിലേക്ക് തുറക്കപ്പെട്ടിരിക്കുകയാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലാണ് ഈ ദ്വീപിലുള്ള മിക്ക ആളുകളും ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദ്വീപിൻ്റെ ചുറ്റോട് ചുറ്റുമാണ് ഈ ശക്തികുളങ്ങളിൽ നിന്നും ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളെല്ലാം അടുപ്പിച്ചിട്ടിരിക്കുന്നത്. ദ്വീപിനുള്ളിലൂടെ ധാരാളം ചെറിയ ചെറിയ കനാലുകളുണ്ട്. ആ കനാലിലൂടെയാണ് ഈ ദ്വീപിലേക്ക് ആവശ്യമായ വീട്ടിലേക്കുള്ള സാധനങ്ങളും മറ്റുമൊക്കെ വള്ളത്തിലൂടെ കൊണ്ടുവരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഫാത്തിമ ഐലൻഡും അനുബന്ധ ദ്വീപുകളിലും ഒന്നും ടൂറിസം വലുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പം ദ്വീപിലേക്ക് വന്ന് കൂടുതൽ കാഴ്ചകൾ കാണാനൊന്നും ഇല്ല. അവിടുത്തെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഈ പാലത്തിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ കായലിൻ്റെ ഭംഗിയും ദ്വീപിൻ്റെ ഭംഗിയും ഒക്കെ ഈ പാലത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ ദ്വീപിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് താമസക്കാർക്കും ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. NH66 നിന്നുള്ള കണക്ടിവിറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കാവനാട് ജംഗ്ഷനിൽ നിന്നും കടവൂർ ഭാഗത്തേക്ക് 450 മീറ്റർ കഴിഞ്ഞ് ഇടത്തോട്ട് മുക്കാട് കടവിലേക്കുള്ള വഴിയാണ് ഇവിടെ വരുന്നത്. മുക്കാട് കടവിനോട് ചേർന്നുള്ള ചർച്ചും വളരെ മനോഹരമായ കാഴ്ചയാണ്. ചർച്ചിനോട് ചേർന്നുള്ള കടവിലും ഇരിപ്പിടങ്ങളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നും കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്.